CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയും ചോദ്യവും അതിനുള്ള അപ്ഡേഷനിലേക്കാണ് ആദ്യം പോകുന്നത്. എന്നാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കുമ്പോൾ അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ, യൂട്യൂബർ KM ഷാജഹാൻ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എറണാകുളം റൂറൽ സൈബർ പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു. ഇരുവരുടെയും വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘവും പറവൂർ പോലീസും പരിശോധന നടത്തിയിരുന്നു. എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രനും കൊച്ചിയിൽ നിന്ന് സിബി ജോസഫുമാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. നമുക്ക് ആദ്യം സനിസയിലേക്കാണ് പോകുന്നത്. കാരണം സനിസ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം KM ഷാജഹാൻ അടക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം വാസ്തവമാണ്, അദ്ദേഹം ഇന്ന് ഹാജരാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇതിലെ നടപടിക്രമങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ സനിസ എനിക്ക് തോന്നുന്നു KM ഷാജഹാന്റെ വീടിനടുത്ത് നിന്നാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി അറിയണം. കാരണം KM ഷാജഹാൻ ഒളിവിലാണ് എന്ന സൂചനകളും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒളിവിലാണോ? ഇന്നലെ അവിടെ സെർച്ച് നടത്തിയപ്പോഴും ഷാജഹാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിവ്. അങ്ങനെ ഒളിവിലാണോ സനിസ്? അതും കൂടി ചേർത്ത് പറഞ്ഞോളൂ. അല്ല സൈഫുദ്ദീൻ, KM ഷാജഹാൻ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഉള്ളൂരുള്ള വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകർ സംസാരിച്ചിരുന്നു. അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നലെ 11 മണിയോളം സമയം ഇവിടെ റെയ്ഡ് നടക്കുകയായിരുന്നു. പോലീസ് അദ്ദേഹത്തിന്റെ ഫോണുകളും മറ്റുമൊക്കെ പിടിച്ചെടുത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് അദ്ദേഹത്തിന് ആലുവ സൈബർ സ്റ്റേഷനിൽ ഹാജരാവണം. പക്ഷേ ഇതുവരെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സൈബർ ടീമിന് മുന്നിലേക്ക് ഹാജരാവുന്നതിനെ പറ്റിയാണ് ഒരു ആശയക്കുഴപ്പം, ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. അദ്ദേഹം ഇന്ന് ഹാജരാകുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. കാരണം അദ്ദേഹം വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം, ആലുവയിലേക്ക് ഇവിടെ നിന്നും ഒരു 7-8 മണിക്കൂർ യാത്രയുണ്ട്. ട്രെയിനിലാണെങ്കിൽ പോലും അത്രയും സമയമെടുക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഹാജരാകണമെന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം. ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം. എന്നാൽ ഇതുവരെ അദ്ദേഹം വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് ഹാജരാകുമോ ഇല്ലയോ എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് വരേണ്ടത്. ഇന്നലെയാണ് ഇത്തരത്തിൽ CPM നേതാവായിട്ടുള്ള KJ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ ഷാജഹാനും എതിരെ ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തിന്റെ റെയ്ഡ് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി ഈ ഒരു യൂട്യൂബിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഐഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് റെയ്ഡിന് ശേഷവും ഇദ്ദേഹം ഷാജഹാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു ലഭിച്ചത്. ഇതുവരെയും നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണത്തിനായി മറുപടിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ അദ്ദേഹം ഇന്ന് ആലുവയിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. എന്നാൽ ഭാര്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം വീട്ടിൽ തന്നെയുണ്ട്, ഇവിടെ തന്നെയുണ്ടെന്നുള്ള സ്ഥിരീകരണമാണ്. ഈ റെയ്ഡിൽ കാര്യമായി അന്വേഷണത്തിന് സഹായകമാകുന്ന നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ഈ റെയ്ഡിൽ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഈ ഷാജഹാൻ ഒരു യൂട്യൂബറാണ്. ഇത്തരത്തിൽ KJ ഷൈനെതിരെ വളരെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡൊക്കെ നടന്നിട്ടുള്ളത്. അത്തരത്തിൽ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫോണാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത്തരമൊരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പോലീസിന് മുന്നിൽ ഹാജരാകുകയും കേസിന്റെ അടുത്ത നീക്കങ്ങളിൽ കടക്കുമ്പോഴാണ് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണത്തിലേക്ക് നയിക്കുന്നത് പോലെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ? ഇത് ഒരു ആക്രമണത്തിന് വേണ്ടി തന്നെ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണോ? അത്തരത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നതിലൊക്കെ ഈ ഒരു അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ മാത്രമേ നമുക്കൊരു വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. സൈഫുദ്ദീൻ, എന്തായാലും അതിന്റെ ഒരു വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ സിബി കൂടെയുണ്ട്, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അപ്പോൾ സിബിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളൊക്കെ നൽകാനുണ്ട്. അപ്പോൾ സിബി, എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെയല്ല, KM ഷാജഹാൻ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് എന്ന് ചോദ്യം ചെയ്യാൻ ഹാജരായേക്കും എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൊരു കൃത്യത അല്പസമയത്തിനകം തന്നെ വരുമെന്നറിയുന്നുണ്ട്. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സിബി മനസ്സിലാക്കുന്നിടത്തോളം പുരോഗമിക്കുന്നത്?
ജിൽസി എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഈ ആലുവയിലെ റൂറൽ സൈബർ പോലീസിന് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ പറവൂരിലുള്ള വീട്ടിലെത്തുകയും പോലീസ് അതിൽ പ്രത്യേക അന്വേഷണ സംഘം മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഈ പ്രത്യേക അന്വേഷണ സംഘവും കൂടാതെ പറവൂർ പോലീസും സംയുക്തമായി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും അവിടെ നിന്നും ചില ഫോണുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബ് വഴി ഇത്തരത്തിൽ ഈ വീഡിയോയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഈ ഫോണുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഫോണുകൾ പിടിച്ചെടുത്ത സാഹചര്യത്തിലായിരുന്നു പിന്നീട് നോട്ടീസ് നൽകിയത്. ഇന്ന് അന്വേഷണത്തിന് ഹാജരാകാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇനി ഗോപാലകൃഷ്ണൻ ഈ അന്വേഷണവുമായി സഹകരിക്കുമോ, ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപാലകൃഷ്ണൻ കുറച്ച് ദിവസങ്ങളിലായി അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണൻ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണൻ ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കുമോ എന്നുള്ള കാര്യവും ഏറ്റവും ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തിയിരുന്നല്ലോ പോലീസ്. ആ സമയം ഗോപാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഈ റെയ്ഡിൽ കാര്യമായ എന്തെങ്കിലുമൊക്കെ കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വീട്ടിൽ നിന്നും ചില ഫോണുകൾ പിടിച്ചെടുത്തു എന്നതാണ് ഡിവൈഎസ്പി നമുക്ക് നൽകുന്ന വിവരം. ഇത് പ്രകാരമാണ് വീട്ടിൽ തന്നെ നേരിട്ട് നോട്ടീസ് നൽകുകയും ചെയ്തത്. എന്നാൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണൻ എത്തുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതേസമയം തന്നെ മറ്റു ചില കേസുകൾ, അതായത് ഈ കേസിൽ മലപ്പുറം സ്വദേശിയായ കൊണ്ടോട്ടി അബു എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന യാസർ എടപ്പാളിനെയും ഇന്നലെ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ കോൺഗ്രസിന്റെ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റെജിക്കെതിരെയും ഇന്നലെ KJ ഷൈൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലും പോലീസിന് ഇപ്പോൾ കേസെടുക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും ഈ പറവൂരിലെ ബ്ലോക്ക് പ്രസിഡന്റ് MS റെജി ഇദ്ദേഹം ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈറ്റ് നൽകിയെന്നും ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം തന്നെ അപകടത്തിൽപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് KJ ഷൈൻ പരാതി നൽകിയത്. അതായത് പ്രതിപട്ടികയിലേക്ക് കൂടുതൽ പേരുടെ പേരുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കോൺഗ്രസ് നേതാവായ ജിൻഡോ അടക്കമുള്ള ആളുകൾക്കെതിരെയും KJ ഷൈൻ പരാതി നൽകിയും മെറ്റയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ ഈ ഗോപാലകൃഷ്ണനും അതോടൊപ്പം തന്നെ KM ഷാജഹാനുമെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി സിബി, എന്നാലും ചോദ്യം ചെയ്യലുമൊക്കെയായി പോലീസ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ആരൊക്കെ ഹാജരാകുമെന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടു.